بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൂറ നിസായിലെ 36 മുതലുള്ള ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا الذين يبخلون ويأمرون الناس بالبخل ويكتمون ما آتاهم الله من فضله وأعتدنا للكافرين عذابا مهينا والذين ينفقون أموالهم رئاء الناس ولا يؤمنون بالله ولا باليوم الآخر ومن يكن الشيطان له قرينا فساء قرينا وماذا عليهم لو آمنوا بالله واليوم الآخر وأنفقوا مما رزقهم الله وكان الله بهم عليما. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വളരെ പ്രാധാന്യപൂർവം നമ്മെ ഉണർത്തുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽപ്പെട്ടതാണ് അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്നുള്ളത്. എല്ലാ മനുഷ്യരെയും സംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ആദ്യമായി തന്നെ അള്ളാഹു പറഞ്ഞ കാര്യം യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കും എന്നാണ്. ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക എന്ന്. ഈ വസിയത്ത് വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. വഅ്ബുദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. വലാ തുശ്രികൂ ബിഹി ഷൈആ, അവനിൽ ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കാതിരിക്കുകയും വേണമെന്നാണ്. ഷൈആ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഒന്നിനെയും. അപ്പോൾ വസ്തുവാകട്ടെ, വസ്തുതകളാകട്ടെ, വ്യക്തിയാകട്ടെ, ആരാണെങ്കിലും ശരി, അള്ളാഹുവിനെ ഒഴികെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല. അവനിൽ ഒന്നിനെയും തന്നെ നിങ്ങൾ പങ്കു ചേർക്കാനും പാടില്ല എന്ന വലിയ ഒരു കൽപ്പനയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു വിധിച്ചിരിക്കുന്നു, അള്ളാഹുവിൻ്റെ വിധിയാണിത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വഖളാ റബ്ബുക, നിന്റെ നാഥൻ നിന്നോട് വിധിച്ചിരിക്കുന്നു, അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു, അവനെയല്ലാതെ ഒരിക്കലും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഇബാദത്ത് എന്നുള്ളത് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട മഹത്തായ ഒരു സൽക്കർമ്മമായിക്കൊണ്ടാണ് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നതും ഖുർആൻ കൽപ്പിക്കുന്നതും. അങ്ങേയറ്റത്തെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അഖ്സാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ എന്നാണ്. അടിമകളായ നമ്മൾ നമ്മുടെയൊക്കെ ഉടമയായ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കേണ്ട
അങ്ങേയറ്റത്തെ കീഴ്വണക്കത്തോടും വിനയത്തോടും താഴ്മയോടും കൂടിയുള്ള നമ്മുടെ ആരാധനാ സമർപ്പണമാണ് ശരിക്ക് ഇബാദത്ത്. അള്ളാഹുവിനെ രഹസ്യമായും പരസ്യമായും ഭയപ്പെടുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന ബോധത്തോടു കൂടി അവനെ അംഗീകരിക്കൽ കൂടിയാണ് എന്ത്? ഇബാദത്ത് എന്നതാണ്. അതുകൊണ്ടാണ് ആ കാര്യം പ്രാധാന്യപൂർവ്വം വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഇബാദത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് അല്ലാഹ് പറയുന്നു, ആ ഇബാദത്തിൽ വലാ തുശ്രികൂ ബിഹി ഷൈഅ, നിങ്ങൾ അവനിൽ ആരെയും തന്നെ പങ്കാളികളാക്കാൻ പാടില്ല എന്നാണ്. ഇന്ന് ശിർക്ക് പല വിധത്തിൽ സമൂഹത്തിൽ വ്യാപിച്ചു കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ ആ പല വിധേനയുള്ള ശിർക്കിനെയും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതിലിവിടെ പ്രധാനമായും സൂറ യൂനുസിൽ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ശിർക്കിൻ്റെ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധിത സമൂഹത്തിൽ അന്നവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. വിഗ്രഹങ്ങൾ ആരായിരുന്നു? മരിച്ചുപോയ മഹാത്മാക്കളുടെ പ്രതിഷ്ഠകളായിരുന്നു. ലാത്ത, ഉസ്സ, മനാത്ത, ഹുബില്, ഇതൊക്കെ മരിച്ചുപോയ മഹാത്മാക്കളാണ്. അവരുടെ പ്രതിഷ്ഠകളായിരുന്നു അവർ സ്ഥാപിച്ചുകൊണ്ട്, അതും കഅബയുടെ ഉള്ളിൽ ഏകദേശം ഒരു 360ഓളം വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിരുന്നുവെന്ന്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി സ്ഥാപിതമായ കഅബാലയത്തിൻ്റെ നിർമ്മാണം നടത്തിയ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രതിബിംബം വരെ കഅബൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കൂ, അങ്ങനെയുള്ളൊരവസ്ഥയായിരുന്നു പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നത്. ഈ ഇലാഹുകളൊന്നും യഥാർത്ഥ ഇലാഹുകളല്ല. ഈ ആരാധ്യന്മാരൊന്നും യഥാർത്ഥ ആരാധ്യന്മാരല്ല. യഥാർത്ഥ ആരാധ്യനായ അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളത്. മറ്റേതെല്ലാം നിങ്ങൾ ഒഴിവാക്കണമെന്നായിരുന്നു കൽപ്പന. സൂറ യൂനുസിൽ അള്ളാഹു പറയുന്നുണ്ട്, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. അള്ളാഹുവിന് പുറമേ അവർ ആരാധിച്ചു വന്നിരുന്നത് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉപകാരം അവർക്ക് ചെയ്യാൻ കഴിയാത്ത ഇലാഹുകളെയാണ്, ദൈവങ്ങളെയാണ്, ആരാധ്യന്മാരെയാണ്. അതേപോലെ തന്നെ അവരെ ഉപദ്രവിക്കാനും കഴിയാത്തവയാണ് അവയൊക്കെ എന്ന്. മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. എന്നിട്ട് അവർ പറഞ്ഞിരുന്നത് എന്താണ്? വയഖൂലൂന ഹൗലായി ശുഫഅഉന ഇൻദല്ലാഹ്. അള്ളാഹുവിന് പുറമേ ഞങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധ്യന്മാരെല്ലാം അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ശുപാർശകരായി വരും എന്നായിരുന്നു അവരുടെ വിശ്വാസം. ഷുഫാഉകളായി വരും. അതുകൊണ്ടാണ് ഞങ്ങൾ അള്ളാഹുവിന് പുറമെ അവരെയും കൂടി ചേർത്ത് വെക്കുന്നത്. അള്ളാഹ് ഉണ്ട്, അള്ളാഹിൻ്റെ പുറമെ ഇവരുണ്ട്. അതാണ്. അതൊക്കെ മക്കാ മുശ്രിക്കുകൾ അവരും ഹജ്ജ് ചെയ്തിരുന്നല്ലോ. ഹജ്ജ് ചെയ്യുമ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ അവരും തൽബിയത്ത് ചൊല്ലിയിരുന്നു. അവർ ചൊല്ലിയിരുന്ന തൽബിയത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് മാത്രം. നമ്മൾ ചൊല്ലുന്ന തൽബിയത്ത് എന്താ? ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. അള്ളാഹുവെ, നിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. നിനക്കൊരു പങ്കുകാരനുമില്ല, ശരീക്കുമില്ല റബ്ബേ, നിനക്ക് ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഹംദും സ്തുതിയും നിഅമത്തും എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് തന്നെയാണ്, നിനക്ക് അത് ഒരു പങ്കുകാരനുമില്ല. അവരും ഇതേപോലെ തൽബിയത്താണ് ചൊല്ലിയിരുന്നത്. അവർക്കും അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. മക്കയിലെ മുശ്രിക്കുകൾക്ക് ആരിൽ വിശ്വാസം ഉണ്ടായിരുന്നു? അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ആകാശഭൂമികളൊക്കെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും എന്താണെന്ന്. വഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്. ആകാശഭൂമികൾ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് പറയും. ഇതിനെ സംരക്ഷിക്കുന്നവനും
പരിചരിക്കുന്നവനും ആരാണെന്ന് ചോദിച്ചാൽ CM മാടൂർ എന്നല്ല പറയും. പിന്നെ അവർ പറഞ്ഞിരുന്നത് ആരാണ്? അള്ളയാണ്. വേറെ ഇല്ല. മുദബ്ബിറുൽ ആലം ആരാണെന്ന് ചോദിച്ചാൽ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നത് എന്താണ്? അള്ളാഹു ആണെന്നാണ്. മഴ പെയ്യിപ്പിക്കുന്നവൻ ആരാണ്? അള്ളാഹു ആണ്. നമ്മുടെ സംരക്ഷകരാരാണ്? അള്ളാഹു ആണ്. ഇതൊക്കെ അവർ പറഞ്ഞിരുന്നു. പക്ഷേ അവരുടെ തെൽബിയത്തിലുള്ള ചെറിയൊരു വ്യത്യാസം എന്താണെന്നോ? ഹജ്ജ് ചെയ്യുന്നത് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, നിന്റെ വിളി കേട്ട് തന്നെയാണ് പഠിച്ചോനും ഞങ്ങളും വന്നത്. അവരും പറയും ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക്, നിനക്കൊരു പങ്കുകാരനുമില്ല റബ്ബേ, നിന്റെ വിളി കേട്ട് തന്നെയാണ് നിങ്ങൾ വരുന്നത്. ഇല്ലാ ശരീകൻ ഹുവ ലക്, ഒരു പങ്കുകാരൻ ഒഴികെ, ആ പങ്കുകാരൻ നിനക്കുള്ള തന്നെയാണ്, പുറമക്കല്ല. അപ്പോൾ ഞങ്ങൾ നിനക്ക് പുറമെ ഒരാളെ പങ്കാളിയാക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നിനക്ക് വേണ്ടിയാണ്. ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്, ആ പങ്കുകാരൻ്റെ മുഴുവൻ കാര്യവും അധീനപ്പെടുത്തുന്നത് നീ തന്നെയാണ്. അയാൾക്കുള്ള കഴിവൊക്കെ നീ കൊടുത്ത കഴിവാണ്. അപ്പോൾ നീ അവർക്ക് കൊടുക്കുന്ന കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അയാൾക്കുള്ള എല്ലാ കഴിവും നീ നൽകിയതാണ് റബ്ബേ, അവനെ ഉടമപ്പെടുത്തും, അവരെയൊക്കെ ഉടമപ്പെടുത്തും നീ തന്നെയാണ് റബ്ബേ. ഇതാണ് ശരിക്കും ശിർക്ക് എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരാളെ അള്ളാഹുവിന് പുറമെ വേറെ നിങ്ങൾ പങ്കു ചേർക്കേണ്ടതില്ല എന്നാണ് ആര് പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ നോക്കൂ, ഇവരൊക്കെ മരിച്ചുപോയ ലാത്ത് ആരായിരുന്നു? കാനല്ലാത്ത് റജുലുൻ സാലിഹുൻ യലിത്തു സബീഖലിൽ ഹുജ്ജാജിന. അവിടെ വരുന്ന ഹാജിമാർക്കൊക്കെ സൗജന്യമായി പായസ വിതരണം നടത്തിയ സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്നു ആര്? ലാത്ത. പാവങ്ങൾക്ക് ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെ സൗജന്യമായി ഇതൊക്കെ വിതരണം ചെയ്യുന്നൊരു പുണ്യകർമ്മം ചെയ്തിരുന്ന ആളായിരുന്നു. അയാൾ ഇരുന്നിരുന്നൊരു കല്ല്, അത് പിൽക്കാലത്ത് ആൾക്കാരെന്ത് ചെയ്തു? അയാളുടെ ഓർമ്മയ്ക്ക് വേണ്ടി, സ്മരണയ്ക്ക് വേണ്ടി, എത്ര നല്ല മനുഷ്യനിരുന്ന കല്ലാണ്, അതവിടെ വെയിലും മഴയും കൊണ്ടിരിക്കുകയാണ്, അത് നമുക്ക് കഅബയുടെ അടുത്തേക്ക് വെക്കാമെന്ന് പറഞ്ഞു ആദ്യം. പിന്നെ എങ്ങനെയാണ് വിഗ്രഹാരാധന മനുഷ്യരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്? പിന്നെ വരുന്ന തലമുറ ഈ കല്ല് ആരാണ്? അത് വലിയ ആളതാണ്, ഇന്നും എന്താ ഇവിടെ വെക്കണം, ഉള്ളിക്കാണ് കയറ്റി വെക്കുക, അങ്ങനെ കഅബയുടെ ഉള്ളിലേക്ക് കയറ്റി വെച്ചു. അങ്ങനെയാണ് ഈ പൂജകളും അതുപോലെ തന്നെ ആരാധനകളൊക്കെ മറ്റുള്ള ആളുകളിലേക്ക് വികേന്ദ്രീകരിക്കപ്പെട്ടു പോകുന്ന ശിർക്ക് മനുഷ്യ മനസ്സുകളിലേക്ക് കുടിയേറുന്നത് എന്നാണ് പറയുന്നത്. അതാണ്. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, ഖുൽ അതുനബ്ബിഊനല്ലാഹ ബിമാ ലാ യഅലമു ഫിസ്സമാവാതി വലാ ഫിൽ അർദ്. അവരോട് ചോദിക്കുക പ്രവാചകരെ, അള്ളാഹ് ആകാശഭൂമികളിലുള്ളതെല്ലാം അറിയുന്നവനായ അള്ളാഹുവിനെ നിങ്ങൾ അവനറിയാത്ത കാര്യം പഠിപ്പിച്ചു കൊടുക്കുകയാണെന്ന്. സുബ്ഹാനഹു, അവൻ പരിശുദ്ധനാകുന്നു, വതആല പരമോന്നതനാകുന്നു, അമ്മാ യുശ്രികൂൻ അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന്. ഇത്തരം ശിർക്കിനെ അത് ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനവുമായി കടന്നു വന്നു. അതാണ് വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈഅ. രണ്ടാമതൊരു ഇനം ശിർക്കും കൂടി ഖുർആൻ പരിചയപ്പെടുത്തിയിരുന്നുണ്ട്. സൂറ തൗബയിലെ 31-ാമത്തെ ആയത്തിലാണ്. നോക്കൂ നിങ്ങൾ, ക്രിസ്തീയ സഹോദരങ്ങൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ദൈവപുത്രനാണെന്നാണ് വിശ്വസിക്കുന്നത്. മാത്രമല്ല അള്ളാഹു അവരുടെ ശിർക്കിനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹി വൽ മസീഹ ഇബ്ന മറിയം. അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അതേപോലെ തന്നെ മറിയമിൻ്റെ മകൻ ഈസയെയും അവർ അള്ളാഹുവിന് പുറമെയുള്ള റബ്ബുകളായി സ്വീകരിച്ചു. ഇത്തഖദു അഹ്ബാറഹും, അഹ്ബാർ റുഹ്ബാൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരും പുരോഹിതന്മാരും. പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അർബാബുകളാക്കുന്നത്, ഇലാഹുകളാക്കുന്നത് എങ്ങനെയാണ്? മതകാര്യങ്ങളിൽ ഹലാലും ഹറാമും നിശ്ചയിക്കാനുള്ള അധികാരം ഈ പുരോഹിതന്മാർക്ക് നൽകുകയാണ്. ശരിക്കും മതനിയമങ്ങളിൽ അത് ഇന്നത് നിഷിദ്ധമാണെന്നും ഇന്നത് വിശുദ്ധമാണെന്നും ഒക്കെ തീരുമാനിക്കാനും നിർണയിക്കാനുമുള്ള അധികാരം ആർക്കാണുള്ളത്? അള്ളാഹുവിൻ്റെ അധികാരമാണ്. അത് ഈ പുരോഹിതന്മാർക്കും പണ്ഡിതന്മാർക്കും കൊടുക്കുകയാണ് ആര് ചെയ്തത്? ഈ ക്രിസ്തീയ സഹോദരന്മാർ ചെയ്തത്. അതിനു പുറമെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അവർ
ആരാധ്യനാക്കി. എന്നാൽ വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദു ഇലാഹൻ വാഹിദ, ഏകനായ ഒരു ഇലാഹിനെ ആരാധിക്കാനല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ആരാധ്യനില്ല. സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിനെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധനാകുന്നു എന്ന് ഈ കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് പലയിടങ്ങളിലായി ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ ആദ്യ ഭാഗം നോക്കൂ. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധനകൾ സമർപ്പിക്കണം, അവനിൽ ആരെയും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല. അപ്പോൾ ശിർക്കിൻ്റെ ഒരിനവും നിങ്ങളുടെ ഇബാദത്തിലേക്ക് കടന്നു വരാൻ പാടില്ല എന്നാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. പിന്നെന്താണ് വേണ്ടത്? അള്ളാഹുവിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം അള്ളാഹിൻ്റെ കാര്യം എന്താണ്? അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂന്നാണ്. അതിനാണ് മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുള്ളത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ ആ ഇബാദത്തിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് അള്ളാഹ് പിന്നെ പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അവരോട് നന്മ ചെയ്യണം, നല്ല നിലയിൽ അവരോട് വർത്തിക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ കൂടെ ചേർത്ത് വെച്ച് അള്ളാഹു സംസാരിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്താണ്? മാതാപിതാക്കളുടെ കാര്യം. ഇബാദത്തിൻ്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരുടെ കാര്യം ശ്രദ്ധിക്കേണ്ടത്? വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരോട് അല്ലാഹു സുബ്ഹാനഹു വതആല വസിയത്ത് ചെയ്തിട്ടുണ്ട് തങ്ങളുടെ മാതാപിതാക്കളോട് പുണ്യം ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള നിരവധി ആയത്തുകൾ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. വസിയത്താണ്. അള്ളാഹു ഈ കാര്യം പ്രാധാന്യപൂർവ്വം നമ്മെ ഉണർത്തുകയാണ്. സൂറ ഇസ്രായിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിൻ്റെ ബാക്കി വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പറയുന്നത് എന്താണ്? വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കണമെന്ന്. കാരണം നമ്മൾ ഉണ്ടാകാൻ കാരണക്കാരായിട്ടുള്ള ആളുകളാണ് ആര്? മാതാപിതാക്കൾ. അപ്പോൾ അവരോടുള്ള ബാധ്യത അത്ര പ്രാധാന്യപൂർവ്വം ഖുർആൻ പറയുന്നുണ്ട് എന്നതാണ്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, ഈ മാതാപിതാക്കളിൽ രണ്ടുപേരുമോ അല്ലെങ്കിൽ അവരിൽ ഒരാൾ എങ്കിലുമോ, ചിലപ്പോൾ വാർദ്ധക്യ സഹജമായി രണ്ട് മാതാപിതാക്കളെയും സംരക്ഷിക്കേണ്ട, പോറ്റേണ്ട, പരിചരിക്കേണ്ട, പരിപാലിക്കേണ്ട അവസരം നമുക്ക് കിട്ടും. അത് നമ്മുടെ ഭാഗ്യമായി നമ്മൾ എന്ത് ചെയ്യണം? കരുതണം. പ്രായം ചെന്ന് നമ്മുടെ മാതാപിതാക്കളെ പരിചരിക്കാനുള്ള അവസരം ഒരാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വർഗം ഉറപ്പാക്കാനുള്ള ഒരു തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകുകയാണ് എന്നാണ് അത് മുഖേന നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അവർ നിന്റെ അരികിൽ പ്രായം ചെന്ന അവസ്ഥയിലെത്തിയാൽ, പ്രായം ചെന്നിട്ടില്ലെങ്കിലും അവരോടുള്ള സംസാരത്തിലും പെരുമാറ്റത്തിലും സമീപനങ്ങളിലും എന്ത് വേണം? സൗമ്യത വേണം, മാന്യത നമ്മൾ കൽപ്പിക്കണം. ഇത് പറയുന്നു ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, അവർക്ക് അനിഷ്ടകരമായൊരു വാക്ക് പോലും അവരോട് നിങ്ങൾ സംസാരിക്കരുത്. നമ്മുടെ ഉഫ് നിലയിൽ ചേ നമ്മളിങ്ങനെ ചേ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. ആ ചേ എന്ന വാക്കിനേക്കാൾ വലിയ ആശയതലമുള്ള ഒരു സംഗതിയാണെന്ത്? ഉഫ്. ഒരാൾക്കിനി വർത്തമാനം പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക, വെറുപ്പോട് കൂടി ഒരു നോട്ടം നോക്കി തിരിഞ്ഞു കളഞ്ഞാലോ അത് ഈ പറയുന്നതിനെക്കാട്ടിലും വലിയ ഗൗരവമുള്ള സംഗതിയാണ്. നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ശരീരഭാഷയിൽ പോലും നമ്മുടെ മാതാപിതാക്കളോട് അനിഷ്ടമോ വെറുപ്പോ പ്രകടിപ്പിക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ അങ്ങേയറ്റത്തെ ഒരു ലളിതമായ കാര്യമാണ് ഖുർആൻ പറയുന്നത്. ഏറ്റവും ടോപ്പായ കാര്യമല്ലത്. അതുപോലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. വലാ തൻഹറുഹുമാ, അതേപോലെ തന്നെ നിങ്ങൾ അവരെന്ത് ചെയ്യാൻ പാടില്ല? വെറുപ്പിച്ചകറ്റാൻ പാടില്ല. പിന്നെയോ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായ വാക്കുകളെ നിങ്ങൾ അവരോട് പറയാവൂ. നോക്കൂ, നിങ്ങൾ നമ്മുടെ സംസാര രീതി എങ്ങനെയായിരിക്കണമെന്ന് വരെ അല്ലാഹു സുബ്ഹാനഹു വതആല വഹയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരാണ്. നമ്മുടെ ഉമ്മാനോടും ഉപ്പാനോടും
സംസാരിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വരെ ശരിക്ക് അതിൻ്റെ ശൈലി വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നോ, വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് വേണ്ടി നിങ്ങൾ താഴ്ത്തി കൊടുക്കണം. അപ്പം നമ്മളിത്ര വലിയ ആൾക്കാരായല്ലോ അല്ലേ? നമ്മുടെ ചെറുപ്പകാലങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകേണ്ട കാലത്ത് നമ്മൾ സംരക്ഷിച്ചു അവർ, അല്ലേ? നമുക്ക് വേണ്ടി അവർ ഉറക്കമിളച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ടി ഒരുപാട് അവർ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, നമുക്ക് വേണ്ടി ഒരുപാട് അവർ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ വളർന്നു വന്നത്. നമ്മുടെ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, ആ ഘട്ടങ്ങളൊക്കെ എടുത്തിങ്ങനെ നോക്കിയാൽ മതി. അവിടെയൊക്കെ നമ്മുടെ നമുക്ക് സംരക്ഷണവും സുരക്ഷിതത്വവും നൽകുന്നത് ആരാണ്? നമ്മുടെ മാതാപിതാക്കളാണ്. നമുക്ക് വേണ്ടിയാണ് അവർ അധ്വാനിച്ചത്, നമുക്ക് വേണ്ടിയാണ് അവർ വിയർപ്പൊഴുക്കിയത്. ഇപ്പോൾ അവരുടെ ശരീരമൊക്കെ ആകെ തളർന്നിട്ടുണ്ട്, ക്ഷീണിച്ചിട്ടുണ്ട്. അവരുടെ മുഖവും നമ്മുടെ മുഖം പോലെ നല്ല ചുവന്ന് തുടുത്ത മുഖമായിരുന്നു. അവർ നല്ല ആരോഗ്യമുള്ളവരായിരുന്നു. അവരുടെ കാലിനും കയ്യിനുമൊക്കെ നല്ല ഉറപ്പും ബലവും ശക്തിയും ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ ക്ഷയിച്ചു പോയിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാണത്? അവർ ഉണങ്ങിയ മുന്തിരി പോലെ ആയിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാണത്? നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അവരവശരായി കിടക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾ അവരെന്ത് ചെയ്യണം? സംരക്ഷിക്കണം. അവിടെ സുരക്ഷിതത്വം നിങ്ങളുടെ കയ്യിലാകണം. അതുകൊണ്ട് തന്നെ വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് വേണ്ടി നിങ്ങൾ താഴ്ത്തിക്കൊടുക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നോക്കൂ, എത്ര ഹൃദയസ്പർക്കായ രീതിയിലാണ് അള്ളാഹു ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത് നോക്കൂ. പിന്നെ മാത്രമല്ല, അത് മാത്രം പോരാ, വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. മാതാപിതാക്കളെ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സന്താനങ്ങൾക്ക് അള്ളാഹു പ്രത്യേകമായ സൗഭാഗ്യം നൽകുമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കും. മാതാപിതാക്കൾ ഓർത്ത് ദ്വാരക്കുന്നത് ആൾക്കാർക്കും അള്ളാഹു അവർക്ക് റിസ്കിൽ പ്രയാസം ഉണ്ടാക്കി കൊടുക്കൂല. അവർക്ക് അനുഗ്രഹവും സൗഭാഗ്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊരിഞ്ഞു കൊടുക്കും. നമ്മുടെ പ്രാർത്ഥനയിൽ ആദ്യമായി നമ്മുടേത് കഴിഞ്ഞാൽ ചേർത്ത് വെക്കേണ്ടത് ആരെയാണ്? അമ്പിയാക്കളുടെ പ്രാർത്ഥന ഖുർആൻ പറഞ്ഞെടുത്ത്, റബ്ബി ഗ്ഫിർലി, എനിക്ക് പുറത്തു തരണം റബ്ബേ. നമ്മുടെ കാര്യത്തിന് മുൻഗണന കൊടുക്കണം. പിന്നെ ആരെ വേണം? വലി വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും നീ പുറത്തു കൊടുക്കണമേ റബ്ബേ എന്നാണ്. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ചെറുപ്പകാലം നമ്മളെ പോറ്റി വളർത്തിയ ചെറുപ്പകാലം നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ അവരോട് ഇഹ്സാൻ ചെയ്യണം. അപ്പോൾ മാതാപിതാക്കളോട് പുണ്യം ചെയ്യേണ്ടതിൻ്റെ, അവരോട് നല്ല നിലയിൽ വർത്തിക്കേണ്ടതിൻ്റെ കാര്യങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ, ഇടങ്ങളിലായി ഖുർആൻ നമുക്ക് വിശദീകരിച്ചിരുന്നുണ്ട്. ഇവിടെ അള്ളാഹുക്കുള്ള ഇബാദത്ത് പറഞ്ഞു, അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കരുതെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം. ആർക്ക്? മാതാപിതാക്കൾ. ഈ ഇഹ്സാൻ പിന്നെ ആർക്കൊക്കെ വേണം? അതിവിടെ എണ്ണി വിശദീകരിച്ച് പറയുകയാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ ഇത്ര വിശദമായി പ്രതിപാദിക്കുന്ന മറ്റൊരായത്ത് നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ എണ്ണി പറയുന്നത് വബിദിൽ ഖുർബ, പിന്നെ ആർക്കാണ്? നിങ്ങളുടെ അടുത്ത ബന്ധുക്കളോട് നിങ്ങൾ നന്മയിൽ വർത്തിക്കണം. അവർക്കും നിങ്ങൾ എന്ത് ചെയ്യണം? പുണ്യം ചെയ്യണമെന്നാണ്. അപ്പോൾ നോക്കൂ, മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന, അവർക്ക് വേണ്ട പരിചരണവും ഒത്താശയും നൽകുന്ന, അവരോട് സ്നേഹത്തിൽ വർത്തിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ എന്തുണ്ടാകും? മാതാപിതാക്കളെ അന്യോന്യം ബഹുമാനിച്ച് ആദരിച്ച് സംരക്ഷിച്ച് പരിരക്ഷിച്ച് പോരുന്ന ഒരു കുടുംബത്തിൽ എന്തുണ്ടാകും? സമാധാനം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവർക്ക് ആ വൃത്തത്തിൽ മാത്രം ആ ഇഹ്സാനിനെ പരിമിതപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെയുള്ള മനസ്സുകൾ പിന്നെ പഠിച്ചോൻ പറയാണ്, നിങ്ങൾ പിന്നെ ആരോടെങ്കിലും വബിദിൽ ഖുർബ, ഈ ഉമ്മാക്കും ബാപ്പാക്കും ബന്ധുക്കൾ ഉണ്ടാവില്ലേ? നിങ്ങളുടെ ഉമ്മാനും പാപ്പാനും നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്, അവർക്കും ആരുണ്ട്? ബന്ധുക്കളുണ്ട്. നിങ്ങൾക്കും അതേപോലെയുള്ള അടുത്ത ബന്ധുക്കളോട് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല നിലയിൽ ഇഹ്സാൻ ചെയ്യണം, വർത്തിക്കണം. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഇങ്ങനെ ഓരോ കുടുംബവും
ഇത്തരത്തിൽ പരസ്പരം സ്നേഹത്തിലും അതേപോലെ തന്നെ കൊടുക്കേണ്ട അവകാശങ്ങളൊക്കെ കൊടുത്തും മുന്നോട്ട് പോവുകയാണെങ്കിൽ അതാണ് ശരിക്ക് ഒരു മനുഷ്യ സമൂഹം ഉത്തമമായി പടുത്തുയർത്തപ്പെടാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് കൂടിയാണ് പഠിച്ചതിലൂടെ പഠിപ്പിച്ചത്. അടുത്ത ബന്ധുക്കൾ മാത്രം പോരാ, പിന്നെ ആര് വേണം? വല്യത്താമ, അനാഥകളായ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ബാപ്പുണ്ടാവില്ല സംരക്ഷിക്കാൻ. അപ്പോൾ വാപ്പല്ലാത്ത കുട്ടികൾ സമൂഹത്തിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവർ അരക്ഷിതരായി വളരാൻ ഇടയാകും. അവിടെ വിദ്യാഭ്യാസം അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ അവർ വഴിതെറ്റിപ്പോകാൻ കാരണമാകും. അപ്പോൾ അത് അവർക്ക് മാത്രമല്ല ദോഷം ചെയ്യുന്നത്, അവരുടെ കുടുംബത്തിന് ദോഷം ചെയ്യും. അത് മുഖേന സമൂഹത്തിന് ദോഷം ചെയ്യും. പഠിച്ചവൻ അവിടെ ഇടപെടുകയാണ്. നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. അനാഥരായ മക്കൾ നിങ്ങളുടെ സമൂഹത്തിലുണ്ടെങ്കിൽ അവരെ സനാഥരാക്കി വളർത്തേണ്ട ബാധ്യത ആർക്കാണ്? നിങ്ങൾക്കാണ്. വല്യത്താമ, പിന്നെ ആരാണ്? വൽ മസാഖീൻ, അതേപോലെ തന്നെ അഗതികളായ ആളുകൾ, പാവങ്ങളായ ആളുകൾ. പാവങ്ങളായ ആളുകൾ രണ്ട് വിധേന ഉണ്ടാകാം. ഒന്ന്, അവർക്ക് ജീവിക്കാനുള്ള വഴി നേരത്തെ തന്നെ ഇല്ലാതെ പോയിട്ടുള്ള സാമ്പത്തികമായി ദുർബലരായി കഴിയുന്ന വിഭാഗങ്ങളുണ്ടാകും. അവർ പാവങ്ങളാണ്. അപ്പോൾ അവരെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അവർക്ക് നല്ല സാമ്പത്തിക സുസ്ഥിതി, അവരുടെ ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സാമ്പത്തിക വക അവർക്ക് കൊടുക്കുന്ന വിധത്തിൽ അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? വളർത്തിക്കൊണ്ടുവരണം. രണ്ടാമത്, മിസ്കീനായി തീരുന്നത് നല്ല നിലക്ക് ജീവിച്ച ആളായിരിക്കും, പക്ഷേ അയാളുടെ ദൂർത്ത് അമിതവ്യയം കൊണ്ട് എന്തായിരിക്കും? തൊലഞ്ഞു പോയിട്ടുണ്ടാകും. സമ്പത്തൊക്കെ നേരത്തെ നല്ല ഉണ്ടാകും, പക്ഷെ അടിച്ച് പൊളിച്ച് അതേപോലെ തന്നെ ദൂർത്തടിച്ച് കഴിഞ്ഞിട്ട് പിന്നെന്ത് ചെയ്യും? ആകെ കുടുങ്ങി അടിയിൽ പോയിട്ടുള്ള ആൾക്കാരുണ്ടാകും. അങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നോ, അയാൾക്ക് എങ്ങനെയാണ് സമ്പത്ത് ചെലവഴിക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ചുള്ള ബോധം നൽകി അയാളെ ബോധവൽക്കരിച്ചുകൊണ്ടായിരിക്കണം അയാളെ സഹായിക്കേണ്ടത് എന്നാണ്. ഇങ്ങനെ രണ്ട് തരം മിസ്കീന്മാരെ, അവരെയും നിങ്ങൾ സംരക്ഷിക്കണം. പിന്നെ നോക്കൂ, വൽ ജാരി ദിൽ ഖുർബ, അയൽവാസികളെയാണ് പറയുന്നത്. അയൽവക്കക്കാരെ കാര്യം എന്ത് ചെയ്യണം? അവരിലും നിങ്ങൾ അവരോട് നല്ല നിലയിൽ വർത്തിക്കണമെന്നാണ്. അടുത്ത കുടുംബ ബന്ധമുള്ള അയൽവാസിയാണ് പറയുന്നത്. ഇപ്പം രണ്ട് കാര്യമാണ് ഇവിടെ കിട്ടുന്നത്. ഇതിനെ വിശദീകരിക്കുന്നത് 3 കാര്യമായി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മുസ്ലിം, രണ്ടാമത്തത് അയൽവാസി, മൂന്നാമത്തത് കുടുംബം. ആ മുസ്ലിമായ കുടുംബക്കാരനായ ഒരു അയൽവാസി തൊട്ടടുത്തുണ്ടെങ്കിൽ എന്തായി? 3 ബന്ധം അതുകൊണ്ട് ചേർക്കുകയാണ്. ഇനി അമുസ്ലിം കേട്ടോ, അതേപോലെ തന്നെ അയൽവാസി, അതേപോലെ തന്നെ കുടുംബാകാം. മുസ്ലിം കുടുംബാകാം. നബിൻ്റെ കാലത്തൊക്കെ കുടുംബക്കാരുണ്ടായിട്ടുണ്ട്, നമുക്കുണ്ടാകാം കേട്ടോ. ഇസ്ലാം സ്വീകരിച്ച ഒരാൾ, സ്വീകരിക്കാത്ത ഒരാൾ, അവരോടുള്ള ബന്ധം എന്താണ്? ഒന്ന് മാനുഷിക ബന്ധം, മറ്റൊന്ന് കുടുംബ ബന്ധം, പിന്നെയോ അയൽവാസി. ഈ ബന്ധങ്ങളൊക്കെ അതാണ് വൽ ജാരിദിൽ ഖുർബ. അതേപോലെ തന്നെ വൽ ജാരിൽ ജുനൂബ്, അന്യരായ അയൽവക്കക്കാർ എന്ന് പറഞ്ഞാൽ കുടുംബക്കാരല്ലാത്ത അയൽവക്കക്കാരാണ്. അപ്പോൾ അയൽവക്കക്കാരോട് അത്രമേൽ പ്രാധാന്യപൂർവ്വം നിങ്ങൾ ബന്ധം സ്ഥാപിക്കണമെന്ന് തന്നെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിൽ ഒരിക്കലും ഒരു ആടിനെ അറുത്തു. അതിൻ്റെ മാംസമൊക്കെ അങ്ങനെ വിതരണം ചെയ്യാൻ എല്ലാവർക്കും കൊടുക്കുകയാണ്. കൂട്ടത്തിൽ അത് വിതരണം ചെയ്യാനുള്ള ജോലി ഏൽപ്പിച്ച ഭൃത്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, ജൂതനായ നമ്മുടെ അയൽവക്കക്കാരന് കൊടുത്തോ? ജൂതനായ നമ്മുടെ അയൽവക്കക്കാരന് കൊടുത്തോ? അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആടിനറുത്ത് മാംസം കൊടുക്കുകയാണ്, അത് ജൂതനായ അയൽവക്കക്കാരന് കൊടുത്തോ എന്ന് നബി വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ പ്രവാചക ചര്യയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇബ്നു ഉമർ ഷാത്തൻ ഫജാല യഖൂലു ലി ഗുലാമിഹി, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇതേപോലെയുള്ളൊരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. തൻ്റെ ഭൃത്യനോട് പറഞ്ഞതായി, അഹദൈതലി ജാരിനൽ യഹൂദി, അഹദൈതലി ജാരിനൽ യഹൂദി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്,
മാസാല ജിബ്രീൽ യൂസിനി ബിൽ ജാർ. ഒരു അയൽവാസിയുടെ കാര്യത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് എന്നോട് ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. ഹത്താ ലനന്തു അന്നഹു സയുവരിസുഹു എന്നാണ് ഇമാം ബുഖാരി മുസ്ലിം റഹിമഹുല്ലാഹ് അവർക്ക് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോഴൊക്കെ ആരെ കാര്യം പറയും? അയൽവക്കക്കാരൻ്റെ കാര്യം. ഇനി നമ്മളെ അയൽവക്കക്കാരും തമ്മിലുള്ള ബന്ധം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ പറഞ്ഞ കൂട്ടത്തിൽ ഏതേതൊക്കെ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ നമുക്ക് അവസരം കിട്ടുന്നു, അതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെയും അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെയും ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പുലർത്തേണ്ടതുണ്ട്. അടുത്ത വരവിന് ജിബ്രീൽ അലൈഹിസ്സലാം അയലോക്കക്കാരന് അനന്തരാവകാശം കൊടുക്കുമോ എന്ന് പറയും. അയലോക്കക്കാരൻ മറ്റേ കൊടുക്കാപ്പോ ഇടങ്ങാറായി നിൽക്കാണ്. അർഹതപ്പെട്ട ആളുകൾക്ക് എന്നെ കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നൊക്കെ അയൽവാസിക്കും കൂടി അനന്തരാവകാശം ഉണ്ടാകുന്നു ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞേക്കുമോ എന്ന് തോന്നുമാറ് വിധത്തിൽ ആരുടെ കാര്യം? അയൽവാസിയുടെ കാര്യം ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറയുമായിരുന്നു എന്ന്. അപ്പോൾ നോക്കൂ, ഈ കാര്യം എത്ര ഗൗരവമുള്ളതാണെന്ന്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, പരലോകത്തിൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്, നിങ്ങളിൽ ആർക്കെങ്കിലും അന്ത്യദിനത്തിലും അള്ളാഹുവിലും വിശ്വാസമുണ്ടെങ്കിൽ ഫൽയുഹ്സിൻ ഇലാ ജാരിഹി, തൻ്റെ അയൽവക്കക്കാരനോട് എന്ത് ചെയ്യണം? നന്മ ചെയ്യട്ടെ, അതേപോലെ തന്നെ നല്ല നിലയിൽ അവരോട് വർത്തിക്കട്ടെ എന്നാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഹസനുൽ ബസരി റഹിമഹുല്ലാഹ്, ഇനിയിപ്പോൾ ആരാണ് അയൽവക്കക്കാരൻ? അതൊന്ന് നിർണയിച്ചു കിട്ടണ്ടേ? നമ്മുടെ അയൽവാസികൾ നിങ്ങളിപ്പോൾ കണക്കാക്കുന്ന ആരായിരിക്കും? നമ്മുടെ വീട്ടിലിപ്പോൾ എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഉണ്ടാകുക എന്ന് വിചാരിക്കുക, ഒരു വിവാഹമോ അതേപോലെയുള്ള കാര്യങ്ങളോ. അപ്പോൾ അയൽവാസികളെയൊക്കെ വിളിച്ചോ എന്ന് ചോദിച്ചാൽ എത്ര വരെ അയൽവാസികളാകാം? നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്, നമ്മൾ പരിഗണിക്കുന്ന അയൽവാക്കത്തിൻ്റെ അതിര് എത്രയാണ്? ഒരു 4-5 വീടൊക്കെ അല്ലേ? 5 വീട്, അല്ലെങ്കിൽ അധികമായാലും 8-10 അത്രയല്ലേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് പോകണ്ടല്ലോ. ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറയുകയാണ്, അൽ ജിവാറു ബി 40 ജാറ മിൻ കുല്ലി ജാനിബിൻ മിനൽ ജവാനിബിൽ 4. നമ്മുടെ വീടിൻ്റെ 4 ദിക്കുകളിൽ നിന്നൊരു 40 ആളെ കൂട്ടിയാൽ അവരാരായി? അപ്പം ഇത്ര ഓഡിറ്റോറിയം തികയില്ല എന്നാ പറയുന്നത്. 40 ആളാണ് 40. അപ്പോൾ വൽ ഔല, ഏറ്റവും നല്ലത് എന്താണെന്നോ, അദ്മു തഹ്ദീദി ബിദ്ദുവർ. ഇങ്ങനെ 40 എന്നൊക്കെ എണ്ണം വെക്കാതൊക്കെയാണ് നല്ലത് എന്നാ പറയുന്നത്. 40 എന്ന് ഇപ്പോൾ പറയാണ്, പക്ഷെ നല്ലത് ഔല എന്താണ്? ഇങ്ങനെയൊന്നും നിങ്ങളൊരെണ്ണം വെക്കാതിരിക്കുകയാണ് നല്ലത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതൊക്കെ അയൽപക്ക ബന്ധത്തിൻ്റെ കാര്യങ്ങളെ നമുക്ക് വിശദീകരിച്ചു തന്ന അതിൻ്റെ പ്രാധാന്യം കൂടി നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. അപ്പോൾ 2 തരം അയൽപക്കക്കാരെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയുന്നു, വസ്വാഹിബി ബിൽ ജംബ്. സ്വാഹിബ് ബിൽ ജംബ് എന്ന് പറഞ്ഞാൽ നമ്മോട് സഹവസിക്കുന്ന ആളുകൾ. അപ്പോൾ നോക്കൂ, നിങ്ങൾ മാതാപിതാക്കൾ ഇങ്ങനെ തുടങ്ങി ആ വൃത്തം ഇങ്ങനെ വികസിക്കുകയാണല്ലേ. സ്വന്തം ഉമ്മയും ഉപ്പയും അവരോടുള്ള ഇഹ്സാനിന് ശേഷം അടുത്ത ബന്ധുക്കൾ, പിന്നെ അനാഥകളായ ആളുകൾ, അഗതികളായ ആളുകൾ, അയൽപക്കക്കാരായ ആളുകൾ, അവരുടെ ഇനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് പിന്നെ പഠിച്ചോൻ പറയുന്നത് വസ്വാഹിബി ബിൽ ജംബ്, നിങ്ങളുടെ സഹവാസികളായ ആളുകളോട്. സഹവാസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കൂടെ കുറച്ച് നേരം കഴിയുന്ന ആൾക്കാർ. അതിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ടാകും, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടാകും, അല്ലേ? നമ്മൾ സാധാരണ ക്ലാസ്മേറ്റ്സൊക്കെ പറയില്ലേ, റൂംമേറ്റ്സ് ഉണ്ടാകും, ഫുഡ് മേറ്റ്സ് ഉണ്ടാവും. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ടാവും എല്ലാ ദിവസവും. ജോലി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരേ ഹോട്ടലിൽ നിന്ന് ഒരേ ഭക്ഷണശാലയിൽ നിന്നായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ആരോടൊക്കെ എവിടെയൊക്കെ സഹവസിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മേറ്റ്സ് ഉണ്ടാവും. ഇതേപോലെ 2 ആഴ്ച ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ പിന്നെ ഒരു അടുത്ത ബന്ധുക്കളൊക്കെ ആയിത്തീരും. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സഹകരണങ്ങളും കൊടുക്കൂലേ? 2 ആഴ്ചയൊക്കെ അഡ്മിറ്റ് ആയി കിടന്നു നോക്കണം.
അതൊക്കെ നിങ്ങളുമായിട്ട് സഹവസിക്കുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ ഹജ്ജിനൊക്കെ പോകുന്നില്ലേ, അത് യാത്രയിലുള്ള നിങ്ങളുടെ സഹവാസികളാണ്. ഉംറക്കൊക്കെ പോകുമ്പോൾ ഒരുമിച്ച് ഉംറയും ഹജ്ജൊക്കെ ചെയ്യുന്ന ആൾക്കാരിങ്ങോട്ട് അടുത്ത ബന്ധുക്കളായി തീരുന്നില്ലേ? പിന്നെ കല്യാണ ബന്ധങ്ങൾ വരെ അതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ഒന്നും ആലോചിക്കാൻ പറ്റൂല കേട്ടോ. ഇറാമിൽ പ്രവേശിച്ചിട്ട് അവിടുന്ന് ഏത് പരിപാടിയൊന്നും പറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ് സാഹിബു ബിൽ ജംബ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, ഇഹ്സാൻ എന്ന ഈ സുഹൃതം മനുഷ്യന് എവിടെയൊക്കെ ചെയ്യാൻ കഴിയുന്നു അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നല്ല പെരുമാറ്റം ആർക്കൊക്കെ കിട്ടണമോ അവിടെയൊക്കെ നമ്മൾ കൊടുക്കാൻ തയ്യാറാകണം. നമ്മൾ ഇടപഴകുന്ന, നമ്മൾ പെരുമാറുന്ന, നമ്മൾ ജോലി ചെയ്യുന്ന എവിടെയൊക്കെ നമ്മൾ സന്നിഹിതരാകുന്നുവോ അവിടെയൊക്കെ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന്, പെരുമാറ്റത്തിൽ നിന്ന്, സംസാരത്തിൽ നിന്ന്, നമ്മുടെ ശരീരഭാഷയിൽ നിന്ന് ഏറ്റവും നല്ലത് മറ്റുള്ളവർക്ക് നൽകുന്നവരാകണം. ആര്? നമ്മൾ. അതാണ് ശരിക്ക് ഇഹ്സാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വസാഹിബു ബിൽ ജംബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശാലമായ തലം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമുക്ക് കാണാൻ കഴിയും. പിന്നെ അള്ളാഹ് എണ്ണി പറയുന്നത് നോക്കൂ. ഇനി വബിനിസ്സബീൽ, ആരാണത്? വഴിപോക്കരായ ആളുകൾക്ക്, കുടുങ്ങുന്ന മനുഷ്യന്മാർ, യാത്രയിൽ കുടുങ്ങുന്ന മനുഷ്യന്മാരുണ്ടാവില്ലേ? ഇപ്പോൾ പൈസ ഒന്നും ഇല്ലാതെ ATM കാർഡ് ഉണ്ടാവും, മറ്റു സൗകര്യങ്ങളുണ്ടാവും. അതൊക്കെ നഷ്ടപ്പെട്ട ഒരാൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ശരിക്കും ഇബ്നു സബീലിന് സക്കാത്തിൽ നിന്ന് കൂടി എന്തുണ്ട്? അവകാശമുണ്ട്. ഏതെങ്കിലും ഒരു മഹല്ലോ ഏതെങ്കിലും ഒരു പ്രദേശത്തിൽ ഇതുപോലെ മുസ്ലിങ്ങൾക്ക് സംഘടിതമായ സക്കാത്ത് സംഭരണ വിതരണ സംവിധാനം ഉണ്ടെങ്കിൽ ഇങ്ങനെ കുഴങ്ങിയ ആളുകൾക്ക്, അയാൾ എത്ര വലിയ പണക്കാരനായാലും, നാട്ടിൽ എത്ര വലിയ പണക്കാരനായാലും, ഈ അവസരത്തിൽ അയാൾ ഇബ്നു സബീലാണ് എങ്കിൽ അയാൾക്ക് അതിൽ നിന്ന് കൊടുക്കാനുള്ള അർഹതയുണ്ട്, അയാൾക്ക് കിട്ടാനുള്ള അർഹതയുണ്ട്, കൊടുക്കാനുള്ള അവകാശവും വാങ്ങാനുള്ള അവകാശവുമുണ്ട്. ഇബ്നു സബീൽ അവരെയും വഴിപോക്കന്മാരായ ആളുകളെയും. പിന്നീട് വമാ മലക്കത് ഐമാനുക്കും, നിങ്ങളുടെ അധീനതയിലുള്ള ദാസീദാസന്മാരായ ആളുകളെ. മലക്കത്ത് ഐമാൻ നമ്മൾ വിശദീകരിച്ചതാണ് അല്ലേ? വലങ്കൈ ഉടമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ. ഈ കാലഘട്ടത്തിൽ നമ്മുടെ തൊഴിലാളികളിലൊക്കെ, നമ്മുടെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, നമ്മുടെ കടയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, നമ്മൾ ശമ്പളം കൊടുക്കുന്ന ആൾക്കാരുണ്ടാകും, നമ്മുടെ വീട്ടിൽ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടാവും. 2, 8, 10 ഏക്കർ തോട്ടുണ്ടാകും, അവിടെ റബ്ബർ വെട്ടുകാരുണ്ടാകും, തെങ്ങിൻ കവുങ്ങൊക്കെ തോട്ടങ്ങളുണ്ടാകും, അവിടെ നിത്യേന ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ അവരൊക്കെ നമ്മുടെ കീഴിൽ, നമ്മുടെ സമ്പത്ത് സംരക്ഷിക്കുന്നവരും അത് ശ്രദ്ധിക്കുന്നവരും നമ്മുടെ വരുമാനം കൂട്ടുന്നവരുമായ നമ്മുടെ കീഴിൽ ഉള്ള ഈ ആളുകൾക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇഹ്സാൻ ചെയ്യണം. നമുക്ക് നിങ്ങൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന മഹത്തായ ധാർമ്മിക ഗുണങ്ങളാണിത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നാണ് അവിടുന്ന് പറയുന്നുണ്ട്. ഹും ഇഖ്വാനുക്കും വ ഖവലുക്കും, നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങളുടെ സഹായികളാണ്. ഖവലുക്കും, അവർ നിങ്ങളുടെ സഹായികളാണ്. അപ്പോൾ നിങ്ങളുടെ പുരോഗതിയിൽ ആർക്കു കൂടി പങ്കുണ്ട്? അവർക്ക് പങ്കുണ്ട്. അതുകൊണ്ട് അവരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ജഅലഹുമുല്ലാഹു തഹ്ത ഐദീക്കും, ഇപ്പോൾ അള്ളാഹു നിങ്ങളുടെ കീഴിൽ അവരെ ആക്കി തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കീഴിലാണ് അവർ. നിങ്ങളതിൻ്റെയൊക്കെ വലിയ ഉയർന്ന മുതലാളിമാരായിട്ടുണ്ട്. ഫമൻ കാന അഖൂഹു തഹ്ത യദിഹി, അതുകൊണ്ട് ഏതെങ്കിലും ഒരു സഹോദരൻ നിങ്ങൾക്ക് കീഴിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണോ? ഫലിയുത്ഇംഹു മിമ്മാ യഅകുൽ, നിങ്ങൾ തിന്നുന്നതിൽ നിന്ന് അവരെയും തീറ്റണം. അത് നടക്കുമോ? നമ്മൾ ഭക്ഷിക്കുന്നതൊക്കെ അവർക്ക് എന്ത് ചെയ്യണം? ഭക്ഷിക്കാൻ കൊടുക്കണം. വൽയുൽബിസ്ഹു മിമ്മാ യൽബസ്, അവൻ ധരിക്കുന്നത് അവർക്കും നിങ്ങൾ ധരിക്കാൻ കൊടുക്കണം. വലാ തുകല്ലിഫൂഹും മിനൽ അമലി മാ യഗ്ലിബുഹും, അവർക്ക് ചെയ്യാൻ കഴിയാത്ത ജോലി ഒരിക്കലും നിങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ പറയാം, അവർക്ക് ചെയ്യാൻ കഴിയാത്ത ജോലി എടുക്ക്, ശമ്പളമാണ് തന്നിട്ടല്ലേ, ഏറ്റിക്കൂട്, തലയിലാണ് വെക്ക് എന്ന് പറയരുത് എന്നാണ്.
അവർക്ക് എടുക്കാൻ കഴിയാത്ത ജോലി ഒരിക്കലും അവരെ നിർബന്ധിപ്പിച്ച് നിങ്ങൾ ചെയ്യരുത്. ഇനി അങ്ങനെ നിങ്ങൾ ചെയ്യിക്കുകയാണെങ്കിലോ ഫഇൻ കല്ലഫ്തുമൂഹും ഫഅഈനൂഹും അലൈഹിന, നിങ്ങൾ അവരെ നിർബന്ധിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ അവരെ സഹായിക്കണം. ഒരു ചാക്കിന് പിടിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ തല നിങ്ങൾ എന്ത് ചെയ്യണം? പിടിച്ചു കൊടുക്കണം. അവരെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ പണിയിൽ നിങ്ങൾ അവരെ സഹായിക്കണം എന്നാണ് പറയുന്നത്. ഇത്ര ഇഹ്സാൻ നിങ്ങൾ മറ്റുള്ളവരോട് ചെയ്യണമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഈ ആയത്തിലെ ഓരോരോ കാര്യങ്ങൾ, ഓരോ വിഭാഗത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിപ്പറയണം. ഈ അവസാനം ഈ ആയത്ത് സമാപിക്കുന്നത് എങ്ങനെയാ നോക്കൂ. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറാ. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല ആരെ? മൻ കാന മുഖ്താലൻ ഫഖൂറ. മുഖ്താൽ എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചക്കാരനായ ആളുകളെ. ഇത് ചെയ്യാൻ കഴിയാത്ത ആളുകൾ ആരാണെന്നോ? മനസ്സിൽ കിബറുള്ളവരായിരിക്കും. പൊങ്ങച്ച നിൽക്കുന്ന ആൾക്കാരില്ലേ, അവർക്ക് ഇങ്ങനെ ജനങ്ങളോട് പെരുമാറാൻ കഴിയില്ല. അതുകൊണ്ടാണ് മനസ്സിൽ നിന്ന് നിങ്ങൾ ആദ്യം എന്ത് തുടച്ചു നിൽക്കണമെന്ന് പറയുന്നത്? കിബർ നിങ്ങൾ തുടച്ചു നിൽക്കണം. ഈഗോ കേട്ടോ, ഞാനതിൻ്റെ മലയാളി, അതുകൊണ്ട് എൻ്റെ കീഴിൽ എന്ത് ചെയ്യണം? മറ്റവരൊക്കെ നിൽക്കണം എന്ന തോന്നൽ ഉണ്ടാകരുത് എന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ. അണുത്തൂക്കം കിബിർ, അഹങ്കാരം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നവന് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല. അതെന്ത് ചെയ്യണം? മനസ്സിൽ നിന്ന് ഒഴിവാക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഒരു സഹാബി ചോദിച്ചു, ഫഖാല റജുലുൻ, റസൂലേ ഇന്ന റജുല യുഹിബ്ബു അൻ യകൂന സൗബഹു ഹസനൻ വനഅലഹു ഹസന. അയാൾ തൻ്റെ വസ്ത്രം നല്ല വസ്ത്രമാകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്, നല്ല ചെരുപ്പ് ഒക്കെ ധരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അത് കിബറാകുമോ എന്നാണ് ചോദിക്കുന്നത്. നല്ല ഡ്രസ്സൊക്കെ ഇട്ടിങ്ങനെ നടക്കുക, അതൊരു കിബറാകുമോ, ഒരു പൊങ്ങച്ചാകുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂല് പറഞ്ഞ എന്താണെന്നോ? ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ജമീൽ, അല്ലാഹു സുന്ദരനാണ്. യുഹിബ്ബുൽ ജമാൽ, സൗന്ദര്യത്തെ അല്ലാഹു ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള കഴിവനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ നല്ല ഭംഗി, വെടിപ്പും വൃത്തിയും സൗന്ദര്യവും ഭംഗിയും ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നൊരു സൗന്ദര്യ ബോധമുണ്ട്. അത് നിങ്ങൾ സ്വീകരിക്കുന്നതിന് എന്തില്ല? യാതൊരു വിരോധവുമില്ല. കിബിർ എന്ന് പറഞ്ഞാൽ അതല്ല. എന്നിട്ട് റസൂല് പറഞ്ഞു അൽ കിബിർ ബത്തുറുൽ ഹഖ്. കിബിർ എന്ന് പറഞ്ഞാൽ സത്യത്തെ അവഗണിക്കുക എന്നുള്ളതാകുന്നു. ഒരു സത്യം കണ്ടാൽ എന്ത് ചെയ്യുക? അതിനെ അവഗണിക്കുക, പുച്ഛിക്കുക. വഗംസുന്നാസ് എന്നും മറ്റൊരു വിഭാഗത്തിൽ വന്നിട്ടുണ്ട്. ജനങ്ങളെ പരിഗണിക്കാതിരിക്കുക. ഗംതുന്നാസ് എന്ന് പറയുന്നത് എന്താ? ജനങ്ങളെ അവഗണിക്കുക, ഇകഴ്ത്തുക, ഇടിച്ചു താഴ്ത്തുക, അവരെ മോശക്കാരാക്കുക. ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? കിബിറിൻ്റെ ഭാഗമാണ്. അത് നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറാ. പൊങ്ങച്ചക്കാരനും ഫഖൂർ എന്ന് പറഞ്ഞാൽ ദുരഭിമാനി, ദുരഭിമാനിയായ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. സൂറത്ത് ഇസ്രായേൽ മനുഷ്യൻ്റെ നടത്തത്തെക്കുറിച്ച് വരെ പറയുന്നുണ്ട്. വലാ തംശി ഫിൽ അർളി മർഹ. അഹങ്കാരത്തോടു കൂടി നിങ്ങൾ നടക്കരുത്. നമ്മൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് എങ്ങനെ എടുത്തു വെക്കണമെന്ന് വരെ അള്ളാഹ് നമ്മെ ഉപദേശിക്കുന്നുണ്ട്. നടക്കാൻ കഴിയുന്നുണ്ടല്ലോ നമുക്കല്ലേ? ഇപ്പം നമുക്ക് നടക്കാൻ കഴിയില്ലേ? പക്ഷെ അള്ളാഹ് വിചാരിച്ചാൽ ഈ നടത്തൊക്കെ ഇല്ലാതാക്കാൻ കഴിയില്ലേ? പക്ഷെ നിങ്ങൾ നടക്കുമ്പോൾ അതാണ് വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അതൊക്കെ നമുക്ക് കാണാതെ അറിയാം. അള്ളാഹുവിൻ്റെ പരമകാരുണികൻ്റെ ദാസന്മാരായ ആളുകൾ
അവർ വിനയാന്വിതരായി ഭൂമിയിലൂടെ നടക്കുന്നവരാകുമെന്ന് പറഞ്ഞാൽ എന്താ? പതുക്കെ ഇങ്ങനെ കാലെടുത്ത് വെച്ച് നടക്കുക എന്നാണോ? അല്ല, സ്പീഡിൽ നടന്നോളി, അതിന് കുഴപ്പമൊന്നുമില്ല. റസൂലിൻ്റെ നടത്തത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരാ പറയുന്നതെന്നോ? ഷിഫ ബിൻത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് ഇങ്ങനെ കുറച്ച് ആൾക്കാർ മദീനയിലൂടെ പതുക്കെ പതുക്കെ ഇങ്ങനെ നടന്നു പോകുന്നത് ഷിഫ കണ്ടു. പേരക്കുട്ടി ഷിഫ ആരാണ്? ഉമർ റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടിയാണ്. കണ്ടപ്പോൾ പറഞ്ഞു, ആരാണ് പോകുന്നത്? അത് ഭക്തജനങ്ങൾ നടന്നു പോകുകയാണ്. ഭക്തജന അപ്പോഴാണ് ഷിഫ പറയുന്നത്, ഇതെന്ത് നടത്താത്, ഇതെന്ത് ഭക്തിയാണിത്? എൻ്റെ വല്യാപ്പ നടക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ വേഗത്തിലായിരുന്നു വല്യാപ്പ നടന്നിരുന്നത്. എൻ്റെ വല്യാപ്പ റസൂലിൻ്റെ നടത്തത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നോ? ഒരു കുന്നിൻ്റെ ചെരുവിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുമ്പോൾ എത്ര വേഗത്തിലാണ് നടക്കുക? ഇറക്കുമ്പോൾ വേഗത കൂടൂലേ? അതേപോലെ നബി നടന്നിരുന്നത്. നബിയുടെ കൂടെ നടക്കാൻ പലരും സാബിമാരൊക്കെ എന്ത് ചെയ്യും? ചിലപ്പോൾ ഓടി ചെല്ലേണ്ടി വരും. വേഗത്തിൽ നബി നടക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പതുക്കെ നടക്കാന്നില്ലതല്ല. യംശൂന അലൽ ഹൗൻ എന്ന് പറഞ്ഞാൽ ഈ ഹൗന് എവിടെയാണ് ഉണ്ടാകേണ്ടത്? മനസ്സിലാണ്. എന്ന് പറഞ്ഞാൽ കിബിറില്ലാതെ വിനയാന്വിതരായി എല്ലാവരും നോക്കി തിരിഞ്ഞു നോക്കി കണ്ട് സംസാരിച്ച് ബലം പിടിച്ചല്ല നിൽക്കേണ്ടി. ആൾക്കാർക്ക് ഒരു കൈ കൊടുത്ത് സലാം പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി ആ നടത്തത്തിൽ തന്നെ സഹാബത്തിൻ്റെ ചര്യയെക്കുറിച്ച് പറഞ്ഞെടുത്ത് സലാമിൻ്റെ പ്രാധാന്യം ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം സഹാബത്ത് ആ ക്ലാസ്സിൽ നിന്ന് പോയി. പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ ഭാര്യയോടും കുട്ടികളോടും പറഞ്ഞു, ഞാൻ അങ്ങാടി വരെ ഒന്ന് പോയി തരാം. നിങ്ങൾ എന്തിനാ അങ്ങാടി പോണത്? സാധനം വാങ്ങാനാ? സാധനമൊക്കെ ഇവിടെ ഉണ്ട്. അല്ല, ഞാൻ 4 ആൾക്കാരെ കണ്ട് സലാം പറയട്ടെ. അപ്പോൾ ഒരു അങ്ങാടിക്ക് ഇറങ്ങിയ എന്തിനായിരുന്നു? ആൾക്കാരെ കണ്ട് സലാം പറയാം. അഫ്ശുസ്സലാം വഅത്ഇമുത്ത്ആം വസല്ലു ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. സലാം പ്രചരിപ്പിക്കുക, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. ജനങ്ങളൊക്കെ കിടന്നുറങ്ങുന്ന നേരത്ത് അള്ളാഹിനെ മാത്രം കാണിക്കാൻ വേണ്ടി രാത്രി നിസ്കരിക്കുക. അത് ആരും കാണാണ്ടാവില്ല. പള്ളിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ എല്ലാവരും കാണും. ആരും കാണാത്ത നേരം നിങ്ങൾ നിസ്കരിക്കുക. എന്നാൽ തദ്ഖുലുൽ ജന്നത ബിസലാം, സുരക്ഷിതരായ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇതാണ്, നമ്മൾ എല്ലാവരുമായും സഹവസിച്ചു കൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? മുന്നോട്ട് പോകേണ്ടത്. അപ്പോഴാണ് ഈ മുഖ്താലു ഫഖൂർ എന്ന ഈ സ്വഭാവം നമ്മളിൽ നിന്ന് ഇല്ലാതെയാവുകയുള്ളൂ. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാരാരാണെന്ന് ചോദിച്ചപ്പോൾ ആരാണ്? ജനങ്ങളുമായി ഇടകലർന്ന് ഇടപഴകി ജീവിക്കുന്ന ആളാണ്. അല്ലദീ യുഖാലിത്തുന്നാസ ഫയസ്ബിറു അലാ അദാഹും. ജനങ്ങളുമായി ഇടകലർന്ന് ജീവിക്കുകയും അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ക്ഷമിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ, പൊങ്ങച്ചക്കാരനും ദുരഭിമാനിയുമായിട്ടുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. ഈ ആയത്തൊന്ന് ഓതി നോക്കൂ. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനം വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ വൽ ജാരി ദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബി വസ്സാഹിബി ബിൽ ജംബി വബിനിസ് സബീലി വമാ മലകത് അയ്മാനുകും ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. അങ്ങനെയുള്ള ആളുകൾ അവർക്കുള്ള വേറൊരു സ്വഭാവമല്ല ഈ ആയത്തിലൂടെ പറയാണ്. അല്ലദീന യബ്ഖലൂൻ, അവർ പിശുക്കന്മാരായിരിക്കും. കേട്ടോ, മുഖ്താലൻ ഫഖൂർ ആരും കൂടി ആയിരിക്കും? ഈ ദുരഭിമാനികളും പൊങ്ങച്ചക്കാരുമായ ആളുകൾ പിശുക്കന്മാരായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? ചിരിക്കുന്നതിൽ പോലും പിശുക്ക് കാണിക്കും. ഒരു ചെലവുമില്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സംഗതിയാണെന്ത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യനെ കണ്ടാൽ ചിരിക്കുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ.
നല്ല കാര്യത്തിൽ നിന്ന് ഒന്നിനെയും നിങ്ങൾ അവഗണിക്കരുത്. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തലിഖ്, പ്രസന്നവദനായി പുഞ്ചിരി തൂകുന്ന മുഖത്തോടുകൂടി നീ മറ്റൊരു സഹോദരനെ കാണുക എന്ന കാര്യം പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അവഗണിക്കരുത്. ചിരിച്ചോളി. സ്വതക്കൻ്റെ ചിരി എന്നൊക്കെ പറയുന്നുണ്ട്. തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സ്വദഖ, നിന്റെ സഹോദരനെ കാണുമ്പോൾ നിന്റെ മുഖത്ത് വിടരുന്ന പുഞ്ചിരി നിനക്കൊരു ധർമ്മമായി ഭവിക്കും എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് തുടങ്ങണം നമ്മുടെ പിശുക്കില്ലായ്മ. കേട്ടോ, നമ്മുടെ ഔദാര്യ മനസ്ഥിതി എവിടുന്ന് തുടങ്ങണം? ചിരിയിൽ നിന്ന് തുടങ്ങും. അത് നിഷ്കളങ്കമായ ചിരിയായിരിക്കണം. മനുഷ്യനെ പറ്റിക്കുന്ന ചിരിയുണ്ട് കേട്ടോ. ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെ വീതിയുള്ള ചിരിയുമായി നാട്ടിലിറങ്ങുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. ഏത് ചിരി? പുഞ്ചിരി കോഴ്സ് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. 6 മാസത്തെ കോഴ്സാണ്. എങ്ങനെ മനുഷ്യന്മാരെ ചിരിച്ച് വീഴ്ത്ത വർഷിച്ചാൽ തന്നെ അല്ലേ? സുബ്ഹാനല്ലാഹ്. ആ കാലത്തെ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത് ഒറിജിനലുണ്ട്, എന്തുണ്ട്, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. അപ്പോൾ ഇവിടെ പഠിച്ചവൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടുന്നത് എന്തായിരിക്കണം? മനസ്സിൽ നിന്ന് പൊട്ടിവിടരുന്ന നിഷ്കളങ്കമായ ചിരിയായിരിക്കണം. അങ്ങനെ ചിരി മറ്റുള്ളവർക്ക് കൊടുത്താൽ അത് ജാരിയായ സ്വതക്കിയായി ആർക്കും കൂടി കിട്ടും, നമ്മുടെ അമ്മാക്ക് കൂടി കിട്ടും. നമ്മളെ ചിരി പഠിപ്പിച്ചാരാ? നമ്മളെ ചിരി പഠിപ്പിച്ചാരാണ്? നമ്മുടെ അമ്മയല്ലേ? നമ്മൾ കരഞ്ഞുകൊണ്ടല്ലേ വന്നത്? നമ്മൾ കരഞ്ഞ് തളരുമ്പോൾ ഉമ്മ വാരിയെടുത്ത് മാറോട് ചേർത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു? മുലപ്പാലാകുന്ന അമൃത് കൂട്ടി നമ്മളെ പോറ്റി വളർത്തുന്നു നമ്മുടെ ഉമ്മ. അപ്പോൾ നമ്മൾ കരയുമ്പോൾ ഉമ്മ കരഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഒരു കുട്ടിയുടെ കരഞ്ഞാൽ നമുക്ക് ചിരി പഠിക്കാൻ കഴിയുമോ? കരയുന്ന കുട്ടിയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്ന ഉമ്മ, കരയുന്ന കുട്ടിയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്ന ഉമ്മ. കുട്ടി ഇങ്ങനെ നോക്കണം, ഉമ്മാൻ്റെ ചിരി ഞാൻ കാണുന്നത്, ഞാൻ കരഞ്ഞിട്ട് ഉമ്മ എന്താ ചിരിക്കുന്നത്? അങ്ങനെ എന്നോ നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് ചിരിച്ചിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ചിരി ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? സ്തുവിൻ്റെ ചിരി ഓർമ്മ ഉണ്ടോ? എന്താ, എനിക്ക് ഓർമ്മയല്ല. അൽ ഇബ്തിസാമത്തുൽ ഊല, നമ്മുടെ ഒന്നാമത്തെ ചിരി ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? എവിടെ നമ്മൾ പഠിച്ചത്? നമ്മുടെ ഉമ്മയുടെ, നമ്മുടെ പൊന്നുമ്മയുടെ മുഖത്ത് നിന്നാണ് നമ്മൾ ചിരിക്കാൻ പഠിച്ചത്. ഈ ചിരി ഒരിക്കലും എന്താകരുത്, ആ ഉമ്മയുമായുള്ള നമ്മുടെ ബന്ധം എത്രമേൽ നിഷ്കളങ്കമാണോ അതുപോലെ നമ്മുടെ ചിരിയും എന്താക്കണം? സൗജന്യമായിട്ട് കൊടുക്കണം. പിഷ്കരുത് മനുഷ്യന്മാരെ. അപ്പോൾ ഈ മുഖ്താലുൻ ഫഖൂറായ ആള്, ദുരഭിമാനികളും പൊങ്ങച്ചക്കാരുമായ ആളുകൾ എന്ത് ചെയ്യും? അവർ എല്ലാത്തിനും പിശുക്ക് കാണിക്കും. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. നിർത്തുക, ചിരിയിൽ നിർത്തുക, നല്ല ഒരു സമാധാനത്തോടു കൂടി നിർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുറാഹിമീനായ നാഥ, കരുണാമയനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയവയുണ്ട് റബ്ബേ. ഞങ്ങളുടെ മനസ്സിൻ്റെ മന്ത്രങ്ങൾ അറിയുന്നവനെ, ഞങ്ങളുടെ ജീവനാടിയേക്കാൾ ഞങ്ങളോട് സമീപസ്ഥനായ റഹ്മാനെ, നിൻ്റെ ഫളല് കൊണ്ട് റഹ്മത്ത് കൊണ്ട് അതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ. ഞങ്ങളിത് മരണപ്പെട്ടു പോയ വാത്സല്യനിധികളായ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നിൻ്റെ എല്ലാ കാരുണ്യവും നൽകണമേ. അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നിൻ്റെ എല്ലാ കാരുണ്യവും നന്മയും അവരുടെ മേൽ നിരന്തരം ചൊരിഞ്ഞു കൊടുക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങളുടെ കണ്ണുകളെ നീ കുളിർപ്പിക്കണമേ നാഥ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.